ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരെ കഴിപ്പിക്കാൻ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു 3-4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ചോപ്പറിനകത്തിട്ട് ബീട്രൂട്ട് നല്ലപോലെ ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് 2 കൊടുത്തം തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളി ജീരകം കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ബീട്രൂട്ടിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കും കൂടെ വേണേ. അപ്പോൾ ബീട്രൂട്ട് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നടുഭാഗത്തുള്ള ബീട്രൂട്ടെല്ലാം സൈഡിലേക്ക് ഒന്ന് വകഞ്ഞ് മാറ്റാം. നടുഭാഗത്തേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇനിയെല്ലാം നല്ലപോലെ തന്നെ ബീട്രൂട്ടും മുട്ടയും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബീട്രൂട്ട് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി രുചിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.